ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഒരു ചോദ്യം ചോദിക്കാം. റീൽസ് കാണുന്നത് ഇഷ്ടമാണോ? എന്താ സാറേ, റീൽസ് അല്ലേ നമ്മുടെ മെയിന്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ? യാത്ര എന്നൊക്കെ പറയുമ്പോ എന്താ സ്വപ്നം സാറേ? എനിക്ക് ഗോവ പോണം സാറേ, മേഘാലയ പോണം സാറേ, കാശ്മീര് പോണം സാറേ, കുളു മണാലി ഒക്കെ പോണം സാറേ. ഒരുപാട് ആഗ്രഹങ്ങളാട്ടോ ട്രാവലിങ്ങിൽ. ഫുട്ബോളും ക്രിക്കറ്റും ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ഒക്കെ കളിക്കാൻ ഇഷ്ടമാണോ? എന്ത് രസാട്ടോ സാറേ, അത് എന്തൊരു എന്റർടൈൻമെന്റ് ആ ഗെയിംസ് ഒക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് എന്റർടൈൻമെന്റാ എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒന്ന് പഠിക്കാൻ പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നു? ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാ. റീല് കാണാം, ട്രാവൽ ചെയ്യാം, ഗെയിംസിൽ പങ്കെടുക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാ. പക്ഷെ എന്തുകൊണ്ട് അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പഠനത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അതിൽ മടുപ്പ് തോന്നുന്നു? ഒറ്റ ആൻസറേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്റർടൈൻമെന്റാ. ഇതിൽ നിന്ന് മാത്രം എന്റർടൈൻമെന്റ് ഇല്ല സാറേ. പഠിക്കുമ്പോൾ ഉറക്കല്ലേ വരിക, പഠിത്തത്തിന് എങ്ങനെയാ സാറേ എന്റർടൈൻമെന്റ് വരിക? പഠിത്തത്തിൽ നിന്നും എന്റർടൈൻമെന്റ് വരും. എങ്ങനെയാണെന്നറിയാമോ? പഠിത്തത്തിന് എന്റർടൈൻമെന്റ് വരുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ +1 ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഒക്കെ എങ്ങനെയോ കിട്ടിയിട്ടോ. ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിലാട്ടോ പഠിച്ച മക്കളെ. മലയാളം മീഡിയത്തിൽ പഠിച്ച് +1 ചെല്ലുക. +1 ഒരു കൂട്ടം കുട്ടികളുണ്ട്, 60 കുട്ടികളുണ്ട്. അവരിൽ ട്യൂഷൻ പോകാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. നേരെ +1 +1 സുവോളജിയിൽ ഒരു വാക്കുണ്ട്, സീലോം എന്നാ വിളിക്കാൻ. SCOELOM, ദ സീലോം. നമ്മൾ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നാണല്ലോ, എനിക്ക് എഴുതാൻ അറിയില്ല. ഞാൻ അന്ന് എഴുതിയത് സെലോം എന്ന് എഴുതിയത്. മലയാളം ആയതുകൊണ്ട് എഴുതാൻ അറിയില്ല. സെലോം. ഈ സെലോം എന്ന് എഴുതിയതിന് അന്നത്തെ ആ ടീച്ചറും കൂട്ടുകാരൊക്കെ എന്നെ കളിയൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. തള്ളൊന്നുമല്ല കേട്ടോ, യഥാർത്ഥ ഇൻസിഡന്റാ. +1 പഠിക്കുന്ന സമയത്ത് സീലോമിനെ സെലോം എന്ന് എഴുതിയതിന് എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ കളിയാക്കി അങ്ങനെ ഇരിക്കവേ എൻ്റെ +1 ക്രിസ്മസ് ആദ്യത്തെ ഓണം എക്സാം വരിക. മാത്സിന് എൻ്റെ മാർക്ക് 60ൽ 12. പൊട്ടി. 60ൽ 18 പാസ്സാകാൻ 60ൽ 12 കിട്ടി. ഞാൻ പൊട്ടിപ്പോയി. ഞാൻ ആകെ മാർക്ക് കുറവാ. ഞാൻ അങ്ങോട്ട് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? നേരെ അമ്മയോട് പറഞ്ഞു എനിക്കും ട്യൂഷൻ പോകണമെന്ന് പറഞ്ഞു. എവിടുന്നൊക്കെയോ പൈസ എനിക്ക് ഒപ്പിച്ചു തന്നു. ഞാനും ട്യൂഷന് പോയി. ഈ സ്കൂളിൽ നിന്ന് +2 കഴിഞ്ഞ് 2017 ഞാൻ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, പാസ് ഔട്ട് ആകുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ സ്കോറ് 1200ൽ 1184 എൻ്റെ സ്കോറ്. എൻ്റെ പെർസെൻറ്റേജ് 98.83. ദിസ് ഈസ് മൈ പെർസെൻറ്റേജ്. ആലോചിച്ച് നോക്ക്. മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന സീലോമിനെ സെലോമാക്കി എഴുതിയ മാത്സ് എക്സാമിൽ ഓണം എക്സാമിന് 60ൽ 12 വാങ്ങിച്ചൊരു പയ്യൻ തളർന്നു പോയില്ല മക്കളെ. ആ പയ്യൻ 2017 +2 പാസ് ഔട്ട് ആയപ്പോൾ ഉണ്ടല്ലോ, ഫുൾ A+ കാരുടെ ലിസ്റ്റില് ആ സ്കൂളിലെ 17 ഫുൾ A+ ഉണ്ടായിരുന്നു ആ കൊല്ലം. അതിലെ 3ാം റാങ്കുകാരൻ ഞാനാ, 98.83. അപ്പൊ ആലോചിച്ച് നോക്ക്. ആ പഠിച്ച മൊമെന്റിലല്ല എനിക്ക് എന്റർടൈൻമെന്റ് കിട്ടിയത്. പഠിച്ച ഒരുപാട് നേട്ടങ്ങളും കൊയ്തപ്പം, ആ സ്കൂളിൽ പോയിരുന്ന് ഫുൾ A+ കിട്ടിയപ്പം, സംസാരിച്ചപ്പം കാണികൾക്കിടയിൽ എന്നെ പുച്ഛിച്ച ആൾക്കാരും, എനിക്ക് സെലോം എന്നെഴുതിയപ്പോൾ എന്നെ കളിയാക്കിയ കൂട്ടുകാരും, ടീച്ചേഴ്സും, എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ മുമ്പിൽ കുറച്ച് പ്രസംഗമൊക്കെ ചെയ്തപ്പോൾ, പ്രസംഗമൊക്കെ സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടല്ലോ, ആ എന്റർടൈൻമെന്റ് റീൽസ് കണ്ടാലോ ഗെയിംസ് കളിച്ചാലോ ട്രാവല് പോയാലോ കിട്ടുന്നൊന്നുമല്ല, അതിനും മുകളിലാ. ജീവിതത്തില് സക്സസ് ആകുന്നത് പഠിത്തത്തിലൂടെ. ഭയങ്കര മഹത് വ്യക്തികളുണ്ട്. ഞാൻ തന്നെ ജീവിതത്തിൽ സക്സസ് ആയ ഒരു വ്യക്തിയാ. പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും പഠിച്ചിട്ടാണെന്ന്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ പഠിച്ച സമയത്തൊന്നും എന്റർടൈൻമെന്റ് ഇല്ല. കാരണം എന്താ, പഠിക്കുകയല്ലേ, എന്ത് എന്റർടൈൻമെന്റ് കിട്ടാനാ? പക്ഷെ അന്ന് പഠിച്ചതിന്റെ ഉപകാരമായിട്ട് ഇന്ന് കുറേ സാധനങ്ങൾ ലൈഫിൽ നേടുന്നുണ്ട്. അതാണ് എന്റർടൈൻമെന്റ്. പഠനം അപ്പം ഒരു എന്റർടൈൻമെന്റ് നിങ്ങൾക്ക് തരില്ല. പക്ഷെ ഭാവിയിലേക്ക് കാത്തുവെക്കുന്ന ഒരുപാട് നല്ല നേട്ടങ്ങളുണ്ട്. ആ നേടിക്കഴിയുമ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന എന്റർടൈൻമെന്റ് ഉണ്ട്. ആ ജീവിതത്തിൽ കിട്ടുന്ന ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട്. അതാണ് പഠനം അതാണ് സ്റ്റഡി നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പഠിക്കാൻ പറഞ്ഞത്. കുറച്ച് അങ്ങോട്ട് 10-30 വയസ്സായി കഴിഞ്ഞു, +1 +2 നല്ല പോലെ മാർക്ക് ഇല്ല, 10-30 വയസ്സായി. എന്നിട്ട് നമുക്ക് പണ്ട് +1 +2 പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷെ 30 വയസ്സായിരുന്നാൽ പോലും റീല് കാണാൻ പറ്റും, എന്റർടൈൻമെന്റ് അപ്പോഴും കിട്ടും. ഗെയിംസ് കളിക്കാൻ പറ്റും, അപ്പോഴും എന്റർടൈൻമെന്റ് കിട്ടും. ട്രാവല് അപ്പോഴും ചെയ്യാൻ പറ്റും, എന്റർടൈൻമെന്റ് കിട്ടും. പക്ഷേ പഠനത്തിന്റെ പ്രത്യേകത എന്താ? ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ മെനക്കെട്ടില്ലെങ്കിൽ പിന്നെ എത്ര വലിയ നിലയിൽ എത്തിയാലും, എത്ര കടന്നു പോയാലും പിന്നീട് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവസരങ്ങൾ കടന്നുപോയി കാണും.
10-25 വയസ്സായിട്ട് +1 നല്ല മാർക്ക് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ അവസരം കടന്നുപോയി. 10-15 കൊല്ലം പിന്നീടും മുമ്പോട്ട് വന്നു കഴിഞ്ഞ് കാണും. പഠനത്തിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്താണെന്നറിയാമോ? പഠിക്കുന്ന സമയത്തുള്ള എൻ്റർടൈൻമെൻ്റ് അല്ല, നല്ലൊരു ജീവിതം കാത്തുവെച്ചുള്ള എൻ്റർടൈൻമെൻ്റ് ആ പഠനം തരിക. ഒരുപാട് നേട്ടങ്ങൾ, നിങ്ങളെ പുച്ഛിച്ചവരുടെ മുമ്പിൽ ഒരുപാട് സാധനങ്ങൾ നേടിയെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്ന ഏതാ? പഠനത്തിൽ നിന്ന് മാത്രമാണ് മക്കളെ. പഠനം ഭാവിയിലാണ് എൻ്റർടൈൻമെൻറ്റ് തരിക. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുവന്ന് എന്തിനാന്ന് എനിക്കറിയാം. കം ബാക്ക് ആണ് സാറേ, എനിക്ക് തിരിച്ചു വരണം. ഞാൻ 1 കൊല്ലമായിട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല സാറേ, വേറെ കുറെ എന്റർടൈൻമെന്റ് പിന്നാലെ പോയി സാറേ, ഇനി എനിക്ക് തിരിച്ചു വരണം. പക്ഷെ ആക്ച്വലി എന്താണെന്നറിയാം മക്കളെ, തിരിച്ചു വരാനുള്ള സമയവും കടന്നുപോയി. ഞാൻ കഴിഞ്ഞൊരു ലൈവിൽ പറഞ്ഞതാ, ജാനുവരി 1 മുതൽ നിങ്ങൾ തുടങ്ങണം. വീണ്ടും ജാനുവരി 1 മുതൽ നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കണം. കം ബാക്കിനുള്ള സമയമാണ്. പക്ഷെ സമയം കടന്നുപോയി. ജാനുവരി അവസാനമായി. ടൈം ഈസ് ഓവർ. ജാനുവരി 30ഓളമായി. ജാനുവരി, ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം ജാനുവരി 27 ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ 27-ാം തീയതി ഒരു മാസം കടന്നുപോയി. പിന്നെയും ടൈം ഓവറായി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം സാറെന്ന് ചോദിച്ചാൽ, ഇനി ഒരുപാട് വൈകിപ്പിക്കാതിരിക്കുക. ഇനി പഠിച്ചാലും നല്ല മാർക്ക് കിട്ടും. ഇനിയുള്ള 2 മാസം മെനക്കെട്ടാൽ നല്ല മാർക്ക് കിട്ടും മക്കളെ. സമയം വേസ്റ്റ് ആക്കാതിരിക്കുക. ടൈം ഒന്നാമത് ഒരുപാട് കടന്നുപോയി, ഇനിയും വേസ്റ്റ് ആക്കാതിരിക്കുക. ഇനി എന്ത് ചെയ്യണം സാറേ? 8 മണിക്കൂറെങ്കിലും എൻ്റെ മക്കൾ ഇനി പഠിക്കണം. ദിവസത്തിൽ 8 മണിക്കൂർ. വേഗം സ്കൂൾ വിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരങ്ങളിൽ ഒരു 5 മണിക്കൂർ പഠിക്കുക. രാത്രി ഒരു 6 മണിക്ക് ഇരുന്നാൽ ഒരു 11 മണി വരെ പഠിക്കുക. അതിനിടയ്ക്ക് ബ്രേക്കൊക്കെ എടുക്കാട്ടോ. 8 കുറയാൻ കൂടാം. ഓക്കെ, 5 മണിക്കൂർ. രാവിലെ ഒരു 3 മണിക്കൂറും പഠിക്കണം. രാവിലെ എപ്പോഴും പഠിക്കണം. സൈലന്റ് അറ്റ്മോസ്ഫിയറാ. വേഗം പഠിച്ചാൽ തലയിൽ കയറും. ടൈം വേസ്റ്റ് ആക്കല്ലേ. സ്കൂൾ വിട്ടാൽ ഉടനെ ചങ്ങായിമാരുടെ വർത്താനം പറയാനുള്ള സമയം കടന്നുപോയി. സാധനങ്ങൾ വാങ്ങിട്ടെന്നും ബേക്കറിയിലും അവൻ മിൽക്കും ഒക്കെ തിന്നുള്ള സമയം കടന്നുപോയി. വേഗം വർത്താനം പറയാതെ വേഗം ബസ് കയറുക, വീട്ടിലെത്തുക, പഠിക്കാൻ നോക്കുക. റീൽസും ഗെയിംസും ഒക്കെ സ്റ്റോപ്പ്. 2 മാസം കൂടെ ഉള്ളൂ. ഇത്രയും നാൾ നിങ്ങൾ റീൽ കണ്ടില്ലേ? ഇത്രയും കാലം നിങ്ങൾ ഗെയിം കളിച്ചില്ലേ? മൊബൈൽ ഉപയോഗിച്ചില്ലേ? ഇനി നിർത്തിവെക്കും മക്കളെ. 2 മാസം കഷ്ടപ്പെട്ട് പഠിക്കാനുള്ള സമയം. 2 മാസം നമ്മൾ കംപ്ലീറ്റ് ഫോക്കസ് ആയിരിക്കണം. പഠിക്കാനല്ല ഞാൻ പറയാ, ശ്രദ്ധയോടെ പഠിക്കാൻ നോക്കുക. പഠിക്കാനല്ല ഞാൻ പറയാ, ശ്രദ്ധയോടെ കൺസെപ്റ്റ് വൈസ് പഠിക്കാൻ നോക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കാണാ പഠിച്ചവനൊന്നും കിട്ടാത്ത, കൺസെപ്റ്റ് ഉള്ളവന് മാത്രം കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് മക്കളെ വരുന്നത്. ആ രീതിയിൽ പഠിക്കുക. ഇതാണ് നമ്മുടെ ബോട്ടണിയിലെ 5 ചാപ്റ്ററുകൾ. അതിന്റെ വെയിറ്റേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബോട്ടണി ആക്ച്വലി +2 കുറച്ച് ചാപ്റ്ററേ ഉള്ളൂ. സോളജി 8 ചാപ്റ്റർ ഉണ്ട്. ഈ ബോട്ടണിയിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഈ 8 മാർക്ക് വെയിറ്റേജ് ഉള്ള 3 ചാപ്റ്ററുകളാണ്. ഈ 3 ചാപ്റ്ററുകൾ ഞാൻ 5 സ്റ്റാർ ചാപ്റ്റർ എന്ന് വിളിക്കുക. കാരണം അത്ര ഇമ്പോർട്ടൻ്റാ. ഈ രണ്ട് ചാപ്റ്ററിന് 7 മാർക്കുള്ള വെയിറ്റേജ്. ഇത് 4 സ്റ്റാർ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ അപേക്ഷിച്ച് 2ാമത് പഠിക്കേണ്ടതാ. ഈ 5 സ്റ്റാർ ആയിട്ടുള്ള ഈ 3 ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ 5 സ്റ്റാർ ചാപ്റ്ററുകൾ മോഡൽ എക്സാമിന് മുമ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. ഒന്നും ഇതുവരെ നോക്കാത്ത ആളെ കുറിച്ചാട്ടോ പറയുന്നത്. എല്ലാം മോഡൽ എക്സാമിന് മുമ്പ് എല്ലാം പഠിച്ചു പോയി എഴുതണം മോഡൽ എക്സാം. പക്ഷെ ഇതുവരെ ഒന്നും നോക്കാത്ത ആൾക്കാർ മോഡൽ എക്സാമിന് മുമ്പ് ഈ 3 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുക. മോഡൽ എക്സാമിന് ശേഷം ഈ 4 സ്റ്റാർ ഈ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുക. കാരണം ഇത് 7 മാർക്കേ ഉള്ളൂ. ഈ 3 ചാപ്റ്ററിൽ തന്നെ 24 മാർക്കായി. ഈ 2 ചാപ്റ്ററിൽ നിന്ന് 14 മാർക്കേ ഉള്ളൂ. ഈ ചാപ്റ്ററുകൾ ഈ 3 ചാപ്റ്റർ മോഡൽ എക്സാമിന് മുമ്പ് കംപ്ലീറ്റ് ആക്കുക. ബാക്കി 2 ശേഷം കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ പ്ലാന്. ഇനിയും തിരിച്ചു വരാനുള്ള സമയം വേസ്റ്റ് ആക്കരുത്. ഉപദേശിച്ച് ഞാനും മടുത്തു, കേട്ട് നിങ്ങളും മടുത്തു എന്നറിയാം. എങ്കിലും എൻ്റെ മക്കളോട് ഒരു അധ്യാപകൻ ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ കൈകൂപ്പി പറയാണ്, പഠിച്ചേക്കണേ. ഈ പഠിച്ചേക്കണേടാ എന്ന വാക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. പരിശ്രമിക്കുക, വേസ്റ്റ് ആക്കരുത്. പിന്നീട് റിഗ്രറ്റ് ചെയ്യരുത്. ഇനിയുള്ള അഡ്മിഷനും കോളേജ് അഡ്മിഷനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും നിങ്ങളുടെ ലൈഫിലെ ഗോളും ഒക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നല്ല മാർക്ക് +2 വേണം. വേഗം എനിക്കൊന്ന് ഫെബ്രുവരി 1st വീക്കോടെ പ്രാക്ടിക്കൽ എക്സാം തീരും. വേഗം മോഡൽ എക്സാമിന് മുമ്പ് ഈ ചാപ്റ്ററിലേക്കുള്ള ഫോക്കസ് ചെയ്യുക. പറ്റുമെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ആക്കുക. ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ നോക്കുക. എന്താണെന്ന് പറയുക, ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കാൻ ചോദിച്ചാൽ 1 ഷോട്ട് കാണുക. ഈ ചാപ്റ്ററിനൊക്കെ 1 ഷോട്ട് കിട്ടും യൂട്യൂബിൽ. 1 ഷോട്ടുകൾ വേഗം കാണുക. 1 ഷോട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ നോട്ട് എഴുതണം. വേറെ നോട്ട് വേണ്ട. 1 ഷോട്ട് കണ്ട് വീഡിയോസ് കണ്ട് നിങ്ങൾ തന്നെ നോട്ട് എഴുതാൻ നോക്കുക. എന്നിട്ട് നോട്ട് എഴുതി കഴിഞ്ഞ് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആ നോട്ടിനെ 30 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്യാൻ നോക്കുക.
NCERT-യിലെ ആ ചാപ്റ്ററിന്റെ ഡയഗ്രാംസ് നോക്കുക. NCERT വായിക്കാൻ ഞാൻ പറയും, പക്ഷെ സമയമില്ല, 2 മാസമേ ഉള്ളൂ. അതുകൊണ്ട് വേഗം വൺ ഷോട്ട് കാണുന്നു. ഇപ്പൊ ബയോടെക്നോളജി ആണെന്നിരിക്കട്ടെ, ബയോടെക്നോളജി 1 അതിന്റെ വൺ ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ. 2.5-3 മണിക്കൂറുണ്ട്. അത് വേഗം കാണുന്നു, വേഗം 1.5x 2x കണ്ട് തീർക്കുന്നു, മനസ്സിലാക്കി തീർക്കുന്നു. എന്നിട്ട് 30 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്യുന്നു. എന്നിട്ടോ NCERT-യിലെ ആ ചാപ്റ്ററിലെ NCERT വായിക്കാൻ സമയമുണ്ടെങ്കിൽ വായിച്ചോ, നല്ലതാ. സമയമില്ലെങ്കിൽ അതിലെ ഡയഗ്രാംസ് ഒക്കെ വേഗം നോക്കി വെക്കുന്നു. ലാസ്റ്റ് മെയിൻ സാധനം എന്താ, ആ ചാപ്റ്ററിനെ PYQ ചെയ്യുന്നു. ഒരു ചാപ്റ്റർ ഇങ്ങനെ വേണം പഠിക്കാൻ. വൺ ഷോട്ട് കാണുന്നു, നിങ്ങൾ തന്നെ കൈപ്പടയിൽ നോട്ട് എഴുതുന്നു, 30 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്യുന്നു, ഡയഗ്രാംസ് നോക്കുന്നു, PYQ ചെയ്യുന്നു. ഇത്രയും ചെയ്താൽ മക്കളെ സെറ്റാകും. നിങ്ങളുടെ അവസ്ഥ എന്താ, ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. ഞാൻ എല്ലാം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാം. പഠിച്ചേക്കണേ, സമയം കളയാതെ പഠിക്കും മക്കളെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂല, പിന്നീട് ഞാൻ പറഞ്ഞതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കടാ. നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഒക്കെ രക്ഷപ്പെടുകയുള്ളൂ. പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന്, പഠനത്തിൽ നിന്ന് മാത്രം തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കും പറ്റും അതേപോലെ. കുടുംബത്തെ രക്ഷപ്പെടുത്തണ്ടേ, പ്രശ്നങ്ങൾ മാറ്റണ്ടേ? കം ഓൺ ഗൈസ്.